ആഫ്റ്റർ റിട്ടയർമെൻറ്റ് വാട്ട്? 60കൾ അവസാനിക്കുമ്പോൾ കടന്നു വരുന്ന റിട്ടയർമെൻറ്റ് ഇത്ര ഭീകരനോ? അതെ, അല്ല, രണ്ടും പറയാം. ചിലർക്ക് നല്ലതാവാം, ചിലർക്ക് മോശവും. പറയുകയാണെങ്കിൽ പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ പ്രിവിലേജ്. സ്ത്രീകൾ അടുക്കള ജോലിയിലും മക്കളുടെയും കുഞ്ഞുമക്കളുടെയും ഇടയിൽ തിരക്ക് പിടിച്ച ഒരു ജീവിതമായിരിക്കും നയിക്കുക. പ്രത്യേകിച്ച് മലയാളി വീടുകളിൽ സ്ത്രീകൾക്ക് റിട്ടയർമെൻറ്റ് എന്നൊന്നില്ല. അവരുടെ അകത്തളങ്ങളിൽ നൂറ്റാണ്ടുകളായി നിലനിന്നു പോന്നിരുന്ന അതേ സംഭവങ്ങളാണ് ഇന്നും തുടർന്നു പോകുന്നത്. പുരുഷന് പുറത്തു പോകാം, സ്നേഹിതരെ കാണാം, കുശലം പറയാം, വേണയിൽ ചായക്കടയിൽ കയറി ഒരു ചായയും കുടിക്കാം. എന്നാൽ സ്ത്രീകളോ? പലതും മനസ്സിൽ അടക്കി വെച്ച് വാക്കുകളുടെ മൂർച്ച കൊണ്ട് രക്തമൊഴുകുന്ന ചങ്കുമായി ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്നു. മാത്രമല്ല, ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഏറ്റെടുക്കേണ്ടിയിരുന്നതിലും അധികം ജോലി ഏറ്റെടുക്കേണ്ടി വരുന്നു. എന്നാൽ വളർന്നു വരുന്ന തലമുറ ഇതൊക്കെ മാറ്റിമറിക്കും എന്ന് തന്നെ കരുതാം. അടുക്കള ജോലി പെണ്ണിനുള്ളതാണെന്നും കുഞ്ഞുങ്ങളുടെ കെയർ ടേക്കർ അമ്മയാണെന്നുമുള്ള ഒരാവർത്തനം ഇവർ മാറ്റിമറിക്കും എന്ന് സംശയമില്ല. വിദ്യാസമ്പന്നരും ഉദ്യോഗസ്ഥരും ആകുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ തുല്യമായി പങ്കുവെക്കപ്പെടുക തന്നെ വേണമെന്നതിന് യാതൊരു സംശയവുമില്ല തന്നെ. ഇപ്പോൾ കടന്നു വരുന്ന ഈ ഇളം തലമുറ ഒന്ന് മാറ്റി ചിന്തിക്കുകയാണെങ്കിൽ അവരെപ്പോലെ തന്നെ 60 കഴിഞ്ഞ റിട്ടയർമെൻറ്റ് ജീവനുകൾക്കും ഒരു മാറ്റം ആവശ്യമില്ലേ? പുരുഷന്മാർക്ക് റിട്ടയർമെൻറ്റിന് മുൻപേ അനുഭവിച്ച അതേ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാം, കൂടുതൽ നേരം റെസ്റ്റും എടുക്കാം. എന്നാൽ ആജീവനാന്തം ജനിച്ച വീടും കുടുംബവും വെടിഞ്ഞ് അന്യമായ ഒരു വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ മുതൽ സുഖത്തിലും ദുഃഖത്തിലും തണലായി മാറിയവളാണ് സ്ത്രീ. അവൾക്കും ഒരു മാറ്റമാവാം. ഇന്നത്തെ സമൂഹം അതിർവരമ്പില്ലാത്തതാണ്. ലക്കും ലഗാനുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുപേർ നിസ്സഹായരായി നോക്കി നിൽക്കുകയും. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സമൂഹം നല്ലവരല്ലാതല്ല, അവർ നല്ലവരാണ്. പക്ഷേ നല്ലത് അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ആരുമില്ല തന്നെ, ഉള്ളവർക്കും സമയവുമില്ല. എന്നാൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ വിദ്യാസമ്പന്നരായ എത്രയോ വീട്ടമ്മമാരുണ്ട് ഇവിടെ. അവർക്ക് ഒത്തുചേരാൻ മാധ്യമങ്ങളും ഒത്തുചേരാം ഇവിടെ. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് വാട്ട് എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഗ്രാൻഡ്മാ സ്റ്റോറീസ് എന്ന പങ്ക്തി തുടങ്ങുകയാണ്. ഒരു നല്ല തലമുറയെ വാർത്തെടുക്കേണ്ടതിൻ്റെ ആവശ്യം അടുത്തിരിക്കുന്നു. ഡിപ്രഷനും ആങ്സൈറ്റിയും ആത്മഹത്യാ പ്രവണതയും അവരിൽ മനപരിവർത്തനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ മനുഷ്യരെ നല്ലവരും ആക്കാൻ സാധിക്കും എന്ന് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം. ഒരു പുതുതലമുറയെ വളർത്തെടുക്കുവാൻ നമുക്കും ശ്രമിക്കാം. നല്ല നല്ല കഥകളും നല്ല നല്ല പാട്ടുകളും നിരൂപണങ്ങളും കവിതകളും അയച്ചു തരിക. പരിശോധിച്ച് ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക് യു.